ഡ്രസ് എടുക്കാൻ എത്ര സമയം മാഹിനിക്കാക്ക്? 20 മിനിറ്റ് ഉറപ്പാണല്ല? 20 മിനിറ്റിനകത്ത് ഡ്രസ് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എന്താ വേണം? ഒന്നും ചെയ്യണം, നിങ്ങൾ നോക്കി തിരിച്ചോണ്ടിരുന്നാൽ. ചെയ്താത്താക്കോ? എനിക്കൊരു അരമണിക്കൂറൊക്കെ വേണം. അരമണിക്കൂർ മതി. 1 മണിക്കൂർ. അപ്പോൾ എന്താ ഈ പറഞ്ഞു വരുന്നതെന്നല്ലേ, ഇവർക്കൊക്കെ ഡ്രസ്സ് എടുക്കണം. എനിക്കാണെങ്കിൽ വെയിൽ കാരണം പോയി പർച്ചേസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴേ മടിയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ച് എത്ര സമയം കൊണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്ത് ഒരു ടാസ്ക് കൊടുത്ത്. അപ്പോൾ അതാണ്ട് സൽമാനും ആദിലിനും പറഞ്ഞ സമയം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തീർത്തു. ഇതാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അവൾക്ക് ഒന്നും പറ്റുന്നില്ല. പിന്നെ സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി ചെരുപ്പും ക്ലിപ്പും ഒക്കെ കിട്ടി. ഞാൻ അതും എടുത്തിട്ടുണ്ട്. അവൾ തോണ്ടേ അവിടെ കിടന്ന് ഓരോന്ന് പറഞ്ഞ് വഴക്കും വെക്കാണോ എന്ന സമയം പറ്റില്ല. പിന്നെ ഞങ്ങൾ ഫിദയുടെ ടാസ്ക് മാറ്റിയിട്ട് നേരെ മാഹിനിക്ക് 15 അല്ലെങ്കിൽ 20 മിനിറ്റ് പറഞ്ഞു. പക്ഷേ പറഞ്ഞ ടൈമിങ്ങിനോടുകൂടി മാഹിനിക്ക് ഡ്രസ്സ് എടുത്തിട്ടാണ് 15 മിനിറ്റ് പോലും എടുത്തില്ല. ആദ്യം കണ്ട ഷർട്ട് തന്നെ മതിയെന്നും പറഞ്ഞിട്ട് ഇക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ താണ്ടെ ആ മെൻസ് വെയറിൽ നിന്ന് ഇറങ്ങി. പിന്നെ ബാങ്ക് വിളിക്കാനുള്ള സമയമുണ്ട്. നേരെ നമ്മൾ വീട്ടിൽ വന്ന് നോമ്പല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ട് കുഴഞ്ഞ് എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാനും ഫിദായും സൈദാത്തായും മാത്രമേ ഉള്ളൂ ഇവിടെ നോമ്പ് തുറക്കാൻ. അപ്പം ഞങ്ങൾ വന്ന് തട്ടിക്കൂട്ടി കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോമ്പ് തുറക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ നോമ്പൊക്കെ മുറിച്ച് ഞാനും ഫിദായും സേതാത്തായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പള്ളിയിൽ പോയേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഈ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇറങ്ങാമെന്ന്. രാത്രിയാകുമ്പോൾ പിന്നെ നല്ല അടിപൊളി വൈബാണ്. പള്ളിമുക്കാർക്കൊക്കെ പിന്നെ പ്രത്യേകിച്ച് അറിയാമല്ലോ, നല്ല രസമാണ് കേട്ടോ. നേരം വെളുക്കോളം കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ വീണ്ടും ആർക്കിയിലോട്ട് വെച്ച് പിടിക്കാമെന്നും പറഞ്ഞ് നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചേക്കണം. അപ്പോൾ സേതാത്താക്കും ഫിദാക്കും ആർക്കിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് എന്തായാലും അൽഹംദുലില്ലാ അവൾ കിടന്ന് കറങ്ങിയിട്ടാണെങ്കിലും അവൾക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സേതാത്താക്കും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പർച്ചേസ് പറഞ്ഞൊരു ടൈമിങ്ങോടുകൂടി തീർക്കാൻ നോക്കി. പക്ഷേ ഫിദാണ് ടാസ്കിൽ പൊട്ടിപ്പോയത് കേട്ടോ. അങ്ങനെ നാണ്ടേ അവൾക്ക് കുറച്ച് പിള്ളേർക്കൊക്കെ ഇപ്പോഴത്തെ ഫ്രോക്കും മിടിയൊന്നും വേണ്ടല്ലോ, ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സുകളൊക്കെ അല്ലേ ഇഷ്ടം. അപ്പോൾ അതാണ്ട് എല്ലാവരും അവർക്ക് രണ്ടുപേർക്കുള്ള പർച്ചേസിങ് കഴിഞ്ഞ് അപ്പോൾ എല്ലാവരുടേതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.